ചേലക്കരയ്ക്ക് എന്നും ചേലേക്ക് നിറം ഫാബ് പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അതിവിശാലമായ കളക്ഷൻസുമായി പുതുമയുള്ള ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു. നിറം ഫാബ്, മേപ്പാടം, ചേലക്കര. പാലക്കാട് ജില്ലയിലെ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന പാടൂർ വേല മഹോത്സവം ഫെബ്രുവരി 23 ഞായറാഴ്ച ആഘോഷിക്കും. പാലക്കാട് ജില്ലയിലെ ഉത്സവങ്ങൾക്ക് ആരംഭം കുറിക്കുന്ന പാടൂർ വേല ഫെബ്രുവരി 23 കുംഭം 11 ഞായറാഴ്ച ആഘോഷിക്കുകയാണ്. ശ്രീ പണിക്കനാർ മുത്തൻ ക്ഷേത്ര സംരക്ഷണ സമിതിയാണ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. ഉത്സവ ഭാഗമായി ജനുവരി 14 ദേശമന്നത്ത്, കൂട്ടാഴി, വരിയെഴുത്ത്, ക്ഷേത്ര തിരുമുറ്റത്ത് മുളങ്കൂറയിടൽ എന്നിവ നടന്നു. ഫെബ്രുവരി 17 തിങ്കളാഴ്ച വൈകുന്നേരം ദേശമന്നത്ത് പട്ടുകൂറയിടലും നടത്തി. തുടർന്നുള്ള 7 ദിവസങ്ങളിലായി നിറമാല, കളമെഴുത്തുപാട്ട്, എഴുന്നള്ളിത്ത് എന്നീ ചടങ്ങുകൾ നടന്നുവരികയാണ്. വേലപ്പറമ്പിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്റ്റേജിൽ വെച്ച് ഫെബ്രുവരി 20 വ്യാഴാഴ്ച വൈകുന്നേരം കുട്ടികളുടെ നൃത്തങ്ങൾ നടക്കും. വെള്ളിയാഴ്ച വൈകുന്നേരം ആതിരം ഫോക്ക് ബാൻഡ് അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും ഫെബ്രുവരി 22 ശനിയാഴ്ച വൈകുന്നേരം 6:30 ടീം ഐബിൻ ക്രിയേഷൻസ് മെഗാ സ്റ്റേജ് ഷോ ആയ സൂപ്പർ ഹിറ്റ് ഗാനമേളയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 23 നടത്തുന്ന പാടൂർ വേല മഹോത്സവ പരിപാടികളെക്കുറിച്ച് വേല കമ്മിറ്റി പ്രസിഡന്റ് വി പ്രശാന്ത് വിശദമാക്കുന്നു. പാലക്കാട് ജില്ലയുടെ വേലപൂര ഉത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് പാടൂർ വേലയാണ്. ആദി പാടൂർ അന്തിമംഗലം എന്നാണ് ചൊല്ല്. വേലയെ സംബന്ധിച്ചിടത്തോളം 17-ാം തീയതി പട്ടുകൂറിയിടുന്നതോടുകൂടിയിട്ട് വേലയുടെ എല്ലാ ചടങ്ങുകളും ആരംഭിച്ചു. പട്ടുകൂറിയിട്ട് 7ാമത്തെ ദിവസമാണ് വേല വരുന്നത്. പാടൂരിൻ്റെ നാനാഭാഗത്തുള്ള ആളുകളെല്ലാം തന്നെ വേലയ്ക്ക് അനുബന്ധിച്ച് ഇവിടെ എത്തിച്ചേരാറുണ്ട്. എല്ലാ രീതിയിലും സഹകരിക്കാറുണ്ട്. ഇത്തവണ വേലയുമായി ബന്ധപ്പെട്ട് വളരെ നല്ല മികച്ച രീതിയിലുള്ള ഒരു സംഘാടനമാണ് ഞങ്ങളിവിടെ നടത്തിയിട്ടുള്ളത്. വേലയ്ക്ക് തിടമ്പെടുക്കുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച ആനയായിട്ടുള്ള ഗുരുവായൂർ ഇന്ദ്രസനാണ്. അതുപോലെ 5 ആനകളാണ് ഈ വേലയ്ക്ക് ഇത്തവണ അണിനിരന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വേലയോടനുബന്ധിച്ച് ഇത്തവണ അതിഗംഭീരമായ ഒരു പന്തൽ, 5 നിലയിലുള്ള ഒരു വലിയ പന്തലും ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളുമാണ് ഒരുക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത്തവണ വേലയ്ക്ക് വെടിക്കെട്ടിനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് 21-ാം തീയതി രാത്രി 9:30 സാമ്പിൾ വെടിക്കെട്ടും 23-ാം തീയതി വൈകിട്ട് 8 മണിക്ക് ഗംഭീരമായിട്ടുള്ള വെടിക്കെട്ടും ഇവിടെ അണിനിരത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വേലയോടനുബന്ധിച്ച് 20-ാം തീയതി കുട്ടികളുടെ നൃത്ത പ്രോഗ്രാമുകളും 21-ാം തീയതി ആതിരം മ്യൂസിക് ബാൻഡ് അവതരിപ്പിക്കുന്ന ഗംഭീരമായിട്ടുള്ള നാടൻ പാട്ട്, അതുപോലെ തന്നെ 22-ാം തീയതി ചിത്ര അരുൺ, എടപ്പാൾ വിശ്വം തുടങ്ങിയിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ഗായകർ ഉൾപ്പെടുന്ന അതിഗംഭീരമായിട്ടുള്ള ഗാനമേളയും വേലയ്ക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഈ വേല എല്ലാവരും പങ്കെടുത്തുകൊണ്ട് അതിഗംഭീരമായ ഒരു വിജയമാക്കി തീർക്കണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. മറ്റ് വേലയുടെ ചടങ്ങുകളെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചും ഇവിടെ സൂചിപ്പിക്കും. 5 ഗജവീരന്മാർ ഉത്സവത്തിന് മാറ്റുകൂട്ടുവാനായി വന്നെത്തും. ഗുരുവായൂർ ഇന്ദ്രസൻ തിടമ്പേറ്റും. പേരുകേട്ട 51-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന മേജർ സെറ്റ് മേളവും പഞ്ചവാദ്യവും വാദ്യതാള വിസ്മയവുമാണ് തീർക്കുക. പ്രൗഢഗംഭീരമായ ആനപ്പന്തലും വൈദ്യുത ദീപാലങ്കാരങ്ങളാൽ മിഴിവേകും. ആകാശത്ത് ഗർജനങ്ങളാൽ വർണ്ണമഴ പൊഴിക്കുന്ന വെടിക്കെട്ടും ഉത്സവ പ്രേമികൾക്ക് വിരുന്നാകും. ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ചും ഉത്സവാഘോഷങ്ങളെക്കുറിച്ചും ക്ഷേത്ര മാനേജർ സി കൊച്ചുഗോപാലൻ നായർ സംസാരിക്കുന്നു. ശ്രീ പനിക്കനാർ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയൊന്നുമില്ല. എങ്കിലും 800 മുതൽ ഒരു സഹസ്രാബ്ദത്തിൻ്റെ പഴക്കമുണ്ടെന്ന് ജ്യോതിശാസ്ത്ര വിധിപ്രകാരം ജ്യോതിഷ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ശ്രീ അയ്യപ്പൻ്റെ ചൈതന്യം കിരാതമൂർത്തി സങ്കല്പത്തിലാണ് ആരാധിച്ചു പോരുന്നത്. ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയില്ല എന്നുള്ളതാണ്. മഴയും വെയിലും മഞ്ഞും എല്ലാം കൊണ്ടിട്ടാണ് ഭഗവാൻ സ്വയംഭൂ ആയിരിക്കുന്നത്. പടിഞ്ഞാറോട്ട് ദർശനോന്മുഖമായി ഇരിക്കുന്ന സ്വയംഭൂ ക്ഷേത്രങ്ങൾ കേരളത്തിൽ തന്നെ വളരെ അപൂർവങ്ങളാണ്. അതും അയ്യപ്പ ക്ഷേത്രം. ഇവിടെ പട്ടുക്കൂറ മകരമാസം 1-ാം തീയതി ക്ഷേത്രമുറ്റത്ത് കുറുപ്പ് ആചാരവിധി പ്രകാരം മുളയിൽ പനയോല കൊണ്ട് തോരണം തൂക്കി സ്ഥിരം ചടങ്ങുകൾക്ക് വിധേയമാകുന്ന കുടുംബങ്ങളെയും ദേശവാസികളെല്ലാവരെയും എത്തിച്ചേർന്ന് വിളിച്ചു ചൊല്ലി ആചാരവിധി പ്രകാരം കൂറിയിടുന്നതോടുകൂടി അതിനുശേഷം
വേലയ്ക്ക് 7 ദിവസങ്ങൾക്ക് മുൻപ് ദേശമന്നത്ത് പട്ടുക്കൂറിയിട്ട് ആ പട്ടുക്കൂറിയിട്ട് വേല ദിവസം വരെ ക്ഷേത്രത്തിൽ കളമെഴുത്ത് പാട്ട്, ഭഗവാന്റെ വട്ടക്കളം എന്ന് വെച്ചാൽ അയ്യപ്പൻ മാത്രമായിട്ടുള്ളതും പുലിവാഹനമായിട്ടുള്ളതും കുതിരയിൽ ഭഗവാന്റെ വാഹനം കുതിരയാണ്, കുതിര സമേതനായിട്ടുള്ളതും ഉള്ള കളങ്ങൾ കുറിപ്പ് വരയ്ക്കും. ആ കളമെഴുത്ത് പാട്ട്, എഴുന്നള്ളത്ത്, നിറമാല എന്നിവ ക്ഷേത്രത്തിൽ ദിവസേന ഉണ്ടായിരിക്കും. പിന്നെ വേലയുടെ ചടങ്ങുകൾ, വേലയ്ക്ക് ഇവിടുന്ന് ഒരു മണിക്ക് ദേശവാസികൾ എല്ലാവരും കൂടി ആർപ്പുവിളികളോടെ വാളും ചെലമ്പും ക്ഷേത്രത്തിൽ നിന്ന് ദേശമന്നത്തേക്ക് എഴുന്നള്ളിക്കുകയും ആചാരവിധി പ്രകാരം അവിടെ ഈടുവടി, അതിനുശേഷം തിരിച്ച് 3 മണി 4 മണിയോടുകൂടി എഴുന്നള്ളത്ത് പുറപ്പെടുന്നു പാണ്ടിമേളത്തോടെ. തിരിച്ച് അത് പഞ്ചവാദ്യത്തോടുകൂടി ക്ഷേത്രത്തിലേക്ക് എത്തുകയും പുലർച്ചെ 4 മണിക്ക് ദേശമന്നത്തു നിന്ന് തേരും കുതിരയും ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കപ്പെടുകയും അവിടുന്ന് കുതിര മാത്രം തിരിച്ച് ദേശമന്നത്ത് ആയക്കാലിൽ പോയി നിന്ന് കുതിരത്തല ഇറക്കുക എന്നൊരു ചടങ്ങുണ്ട്. അതിനുശേഷം 3 ആചാര വെടി മുഴക്കി ആ വർഷത്തെ വേലയ്ക്ക് പരിസമാപ്തി കുറിക്കുകയാണ് ചെയ്യുന്നത്. CCV ന്യൂസ്, പഴയന്നൂർ.